അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഡോക്ടർ നിഷാദ് അബൂബക്കർ അദ്ദേഹത്തിന്റെ യാത്രയും ചിന്തകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഒരു വ്യക്തത വരും. ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. എങ്ങനെയായിരുന്നു ഈ യാത്ര? ഒരു വെയിറ്ററിൽ നിന്ന് ഒരു വ്യവസായ പ്രമുഖനിലേക്കുള്ള ആ മാറ്റം. ഏതൊരു വലിയ യാത്രയ്ക്കും ഒരു തുടക്കമുണ്ടാകുമല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ തുടക്കം കുറിച്ചത് അച്ഛൻ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്: ഇനി ഒരിക്കലും ഒരു ജീവനക്കാരനാകരുത്. ആ ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചത്. അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് നോക്കിയാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1997 ഒരു ദിവസം വെറും 50 രൂപയ്ക്ക് ഒരു ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്തിരുന്ന ഒരാൾ ഏതാണ്ട് 2 വർഷം കൊണ്ട് സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അവിടെ നിന്നും 14 റെസ്റ്റോറന്റുകളുള്ള ഒരു വലിയ ശൃംഖലയുടെ ഉടമയായി. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ ട്രേഡ് കമ്മീഷണർ. അപ്പോൾ ഈ ഒരു വളർച്ച തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ ഏറ്റവും വലിയ തെളിവ്, അല്ലേ? ഓക്കെ, അപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് സമൂഹത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? നിഷാദ് അബൂബക്കറിന്റെ അഭിപ്രായത്തിൽ നമ്മളിൽ മിക്കവർക്കും ഒരു 3 സാമ്പത്തിക സുഖങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന് നമുക്കറിയില്ല. ഇനി അഥവാ കുറച്ച് പണം കയ്യിൽ വന്നാലോ? അതാണ് രണ്ടാമത്തെ പ്രശ്നം. അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയില്ല. വന്ന പോലെ അങ്ങ് പോകും. മൂന്നാമത്തേത്, കയ്യിലുള്ള പണം എങ്ങനെ വളർത്താം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഈ 3 പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ആളുകൾ സാമ്പത്തികമായി എവിടെയാണോ അവിടെ തന്നെ നിന്ന് പോകുന്നു. ഇവിടെയാണ് കേട്ടോ ശരിക്കും കളി മാറുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യരുത്, നിങ്ങൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം. നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് നേരെ തിരിച്ചാണല്ലേ? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ കേട്ട് വളർന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് കഠിനാധ്വാനമല്ല, സ്മാർട്ട് വർക്കാണ് പ്രധാനമെന്നാണ്. ഈ ഒരു താരതമ്യം നോക്കൂ. സംഭവം വളരെ സിമ്പിളായി മനസ്സിലാവും. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? പണം ഉണ്ടാക്കുന്നു, അത് നേരെ പോയി ചെലവാക്കുന്നു. എന്നാൽ അബൂബക്കറിന്റെ വഴി അതല്ല. അദ്ദേഹം പറയുന്നത് ആദ്യം പണം ഉണ്ടാക്കുക, രണ്ടാമത് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കുക, എന്നിട്ട് ആ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം എടുത്ത് ചെലവഴിക്കുക. ഇതിന്റെ ഗുണം എന്താ? നിങ്ങളുടെ അസൽ മുതൽ, അതായത് ക്യാപിറ്റൽ, എപ്പോഴും അവിടെ തന്നെ സേഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പണവും സമ്പത്തും ഒന്നല്ല, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പണം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സമയത്തിനോ അധ്വാനത്തിനോ കിട്ടുന്ന ഒന്നാണ്. നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം അത് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ സമ്പത്ത് അതല്ല. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പണം ഉപയോഗിച്ച് വാങ്ങുന്ന ആസ്തികളാണ്. വീടോ സ്ഥലമോ നിക്ഷേപങ്ങളോ. അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ സമ്പത്തായിരിക്കും, പണമല്ല. നമ്മൾ ഈ സംഭാഷണം തുടങ്ങിയത് ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? വെറും 15,000 രൂപ. സാധാരണക്കാരനായ ഒരാൾക്ക് പോലും കോടീശ്വരനാകാൻ ഒരു വഴിയുണ്ടെന്ന് അദ്ദേഹം പറയുന്ന ആ പദ്ധതിയുടെ തുടക്കം ഈ കാണുന്ന ചെറിയ തുകയിൽ നിന്നാണ്. ഇതൊരു വെറും ചന്ദനത്തോട്ടം മാത്രമല്ല, ഇതൊരു സംയോജിത കാർഷിക പദ്ധതിയാണ്. അതായത് പല കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒന്ന്. ഇവിടെ ചന്ദന കൃഷിയുണ്ട്, വില കൂടിയ കുങ്കുമം കൃഷിയുണ്ട്, പച്ചക്കറികളും നെല്ലുമുണ്ട്. അതുകൂടാതെ ഡയറി ഫാം, മുട്ടക്കോഴി, മത്സ്യകൃഷി, തീർന്നില്ല, ഫാം ടൂറിസത്തിനായിട്ടുള്ള കോട്ടേജുകൾ, പ്ലാൻ നഴ്സറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു മേഖലയിൽ നിന്ന് വരുമാനം കുറഞ്ഞാലും മറ്റു മേഖലകൾ അതിനെ കവർ ചെയ്യും. അതുകൊണ്ട് റിസ്ക് വളരെ കുറവാണ്. വെറുതെ ഇത്രയും വലിയൊരു തുകയുടെ ബിസിനസ് ചെയ്യുക എന്നതിലുപരി അതിനൊരു സാമൂഹികമായ ലക്ഷ്യം കൂടിയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംരംഭത്തിലൂടെ 28,000 സാധാരണക്കാരായ നിക്ഷേപകളെ കോടീശ്വരന്മാരാക്കി മാറ്റുക, അതാണ് യഥാർത്ഥ ലക്ഷ്യം. നമ്മൾ ആദ്യം ചോദിച്ചില്ലേ 15,000 രൂപ കൊണ്ട് കോടീശ്വരനാകാൻ പറ്റുമോ എന്ന്? അതിനുള്ള ഉത്തരമാണ് ശരിക്കും ഇത്. ഇത്രയും വലിയ സമ്പത്തിനെക്കുറിച്ചും കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴും അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്ന് വൃദ്ധസദനങ്ങളാണ് എന്ന്. വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തതിന്റെ ഒരു ഭീകരമായ അവസ്ഥയാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശരി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവസാനമായി ഒരു ചോദ്യം. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്: സാമ്പത്തികമായി യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ലോകത്ത് ഒരു യഥാർത്ഥ സുരക്ഷിതത്വത്തിന് നിങ്ങൾ എന്ത് വില കൊടുക്കാൻ തയ്യാറാണ്? നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വർഷങ്ങളായി കേട്ടുവരുന്ന കഠിനാധ്വാനത്തിന്റെ വഴി തന്നെയാണോ, അതോ ഇതുപോലുള്ള പുതിയ ചിന്താരീതികൾക്ക് ഒരു അവസരം കൊടുക്കുമോ? ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ടത്